കസേരയിൽ ഇപ്പോൾ ഇരിക്കാമെന്ന ആവേശത്തിലാണ് ബി.ജെ.പി. മുംബൈ കോർപ്പറേഷനിലെ വിജയം കൊണ്ടാടിയത്. പക്ഷേ ആ ആവേശം നിമിഷാർദ്ധമാണ് കെട്ടടങ്ങിയത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ പവർ സെന്ററായ മുംബൈ കോർപ്പറേഷനിൽ അഥവാ BMCയിൽ ഭരണചക്രം തിരിക്കാൻ അണിയറയിൽ നടക്കുന്നത് അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന ഖ്യാതി നേടിയെങ്കിലും മേയർ സ്ഥാനം വേണമെങ്കിൽ ഷിൻഡെയുടെ കനിവ് വേണമെന്ന അവസ്ഥയിലാണ് BJP ഇപ്പോൾ നിൽക്കുന്നത്. 89 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറിയെങ്കിലും മുംബൈയുടെ മേയർ കസേരയിലേക്ക് എത്താനുള്ള വഴി മാത്രം BJPക്ക് തുറന്നു കിട്ടിയിട്ടില്ല. ഒരു വശത്ത് വിജയത്തിന്റെ ആവേശം BJP ക്യാമ്പുകളിൽ ഇരമ്പുമ്പോഴും മറുവശത്ത് സഖ്യകക്ഷിയായ ഏക്നാഥ് ഷിൻഡെയുടെ നീക്കങ്ങൾ BJPയെ പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മഹായുദ്ധ സഖ്യത്തിന്റെ മേയർ തന്നെ മുംബൈ ഭരിക്കുമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോഴും അതിലൊളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സൂചനകൾ BJPക്ക് അത്ര ശുഭകരമല്ല. BJPയുടെ മേയർ വേണമെന്ന കടുംപിടുത്തത്തിന് ഷിൻഡെ വഴങ്ങുന്നില്ല എന്നതാണ് വസ്തുത. മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുത്തപ്പോൾ തന്നെ ഷിൻഡെ തന്റെ പാളയത്തിലുള്ള കോർപ്പറേറ്റർമാരെ മറുപക്ഷം സ്വാധീനിക്കാതിരിക്കാൻ മുംബൈയിലെ താജ് ഹോട്ടലിലേക്ക് മാറ്റിയിരുന്നു. ഷിൻഡെ മുൻപോട്ട് വെച്ച ആവശ്യത്തിന് മുൻപിൽ മുട്ടുമടക്കാൻ തയ്യാറാകാത്ത BJPയെ വെട്ടിലാക്കിക്കൊണ്ട് 2 ദിവസത്തോളമായി കോർപ്പറേറ്റർമാരെ ഹോട്ടലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ മുഖ്യമന്ത്രി ഷിൻഡെയും BJPയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഉദ്ധവ് താക്കറെ പക്ഷത്തെ പ്രമുഖ നേതാവ് സഞ്ജയ് റാവത്ത് ഈ ഹോട്ടലിൽ ഉച്ചഭക്ഷണത്തിനായി എത്തിയിരുന്നു. അവിടെ ഒരു രഹസ്യ ചർച്ച നടന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഷിൻഡെ പക്ഷത്തെ പല കോർപ്പറേറ്റർമാരും തങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് റാവത്ത് വെളിപ്പെടുത്തുകൂടി ചെയ്തതോടെ BJP കേന്ദ്രങ്ങൾ ആകെയൊന്ന് കുലുങ്ങിയിട്ടുണ്ട്. ഭരണ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ കടുത്ത ഉപാധികളാണ് ഷിൻഡെ വിഭാഗം BJPക്ക് മുൻപിൽ വെച്ചിരിക്കുന്നത്. 5 വർഷത്തെ ഭരണകാലയളവിൽ ആദ്യത്തെ 2.5 വർഷം ഷിൻഡെ പക്ഷത്തിന് മേയർ സ്ഥാനം വേണമെന്നതാണ് പ്രധാന ആവശ്യം. മുഖ്യമന്ത്രി പദം BJPക്ക് വിട്ടു നൽകേണ്ടി വന്ന ഷിൻഡെയ്ക്ക് BMC മേയർ പദവിയിലൂടെ തന്റെ രാഷ്ട്രീയ കരുത്ത് തെളിയിക്കേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. ഇനി മേയർ പദവി വിട്ടു നൽകാൻ BJP തയ്യാറല്ലെങ്കിൽ BMCയുടെ സാമ്പത്തിക നിയന്ത്രണമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പൂർണ്ണ അധികാരം തങ്ങൾക്ക് നൽകണമെന്നും ഷിൻഡെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ പല ചെറിയ സംസ്ഥാനങ്ങളുടെയും ബജറ്റിനേക്കാൾ വലിയ തുക, അതായത് ഏകദേശം 52,000 കോടി രൂപയിലധികം വാർഷിക ബജറ്റുള്ള മുംബൈ കോർപ്പറേഷന്റെ ഖജനാവ് നിയന്ത്രിക്കുക എന്നത് വലിയ അധികാരമാണ്. ഈ അധികാരം ഷിൻഡെയ്ക്ക് വിട്ടു നൽകാൻ BJPക്ക് താല്പര്യമില്ലാത്തതാണ് നിലവിലെ തർക്കത്തിന്റെ കേന്ദ്രബിന്ദു. ഈ തർക്കങ്ങൾക്കിടയിലാണ് മുംബൈയിൽ പുതിയൊരു സഖ്യ സാധ്യതയുടെ ചിത്രം തെളിഞ്ഞു വരുന്നത്. BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഏക്നാഥ് ഷിൻഡെ പക്ഷവും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും കോൺഗ്രസും കൈകോർക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഇത് തികച്ചും പ്രായോഗികവുമാണ്. 89 സീറ്റുള്ള BJP ഒഴിവാക്കി 65 സീറ്റുള്ള ഉദ്ധവ് പക്ഷവും 29 സീറ്റുള്ള ഷിൻഡെ വിഭാഗവും 24 സീറ്റുള്ള കോൺഗ്രസും ഒന്നിച്ചാൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 118 സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് അവർക്ക് കൃത്യമായി എത്താൻ സാധിക്കും. ബാലാസാഹിബ് താക്കറെയുടെ 100ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു യഥാർത്ഥ ശിവസൈനികൻ തന്നെ മുംബൈയുടെ മേയർ ആകണമെന്ന വികാരം അണിയറയിൽ ശക്തമാണ്. ഈ വികാരം ഷിൻഡെയും ഉദ്ധവ് താക്കറെയും ഒരുമിപ്പിക്കാനുള്ള രാഷ്ട്രീയ ചരടുവലികൾക്ക് കാരണമായേക്കാമെന്ന വിലയിരുത്തലുകൾ രാഷ്ട്രീയ നിരീക്ഷകർ മുൻപോട്ട് വെക്കുന്നുണ്ട്. അധികാരത്തിന്റെ താക്കോൽ സ്ഥാനമായ നഗരവികസന വകുപ്പ് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ കൈവശമായതുകൊണ്ട് തന്നെ BJPക്ക് അത്ര എളുപ്പത്തിൽ ഷിൻഡെയെ അവഗണിക്കാൻ കഴിയില്ല. മേയർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സാങ്കേതിക തീരുമാനങ്ങളിൽ ഷിൻഡെയ്ക്ക് വലിയ സ്വാധീനവുമുണ്ട്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും അധികാരമുറപ്പിക്കാൻ സഖ്യകക്ഷികളുടെ മുന്നിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലാണ് BJP ഇപ്പോൾ. സ്വന്തം കോർപ്പറേറ്റർമാരെ പോലും ഹോട്ടലുകളിൽ ഒളിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം BJPക്ക് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വിദേശയാത്ര കഴിഞ്ഞെത്തുന്ന ജനുവരി 24 ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമമായൊരു ചിത്രം വ്യക്തമാകൂ. BJP വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ അതോ ഷിൻഡെ പഴയ തട്ടകമായ താക്കറെ കുടുംബവുമായി കൈകോർക്കുമോ എന്നതാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്.